ഹായ് ഹലോ എല്ലാവർക്കും ജയ്ഫോർ ട്രാവലിന് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മൾ വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുന്നേ സർവ്വമായ എന്നുള്ള സിനിമ നമ്മൾ കണ്ടിറങ്ങി. കിട്ടിലും സിനിമ അഖിൽ സത്യം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ ഡയറക്ഷനും റൈറ്റിങ്ങൊക്കെ വന്നേക്കുന്നത്. സ്ക്രിപ്റ്റിങ് നമുക്കങ്ങനെ വലിയൊരു മാസ്മരികതയൊന്നും പറയാൻ പറ്റത്തില്ല, നോർമലി ഉള്ള കണക്കുള്ള സ്ക്രിപ്റ്റിങ്ങാണ്. പക്ഷേ ഡയറക്ഷനും അതുപോലെ തന്നെ എനിക്ക് അതിനകത്ത് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് ക്യാമറ ആംഗിൾസും ഡയറക്ഷനുമാണ്. അതുമാത്രമല്ല നിവിനേട്ടൻ്റെ ഒരു കംബാക്ക് തന്നെയാണ് ഈ പടം. കിട്ടിലായിട്ട് എന്താ പറയുക, നമ്മൾ കുറേ നാളായിട്ട് നിവിൻ പോളി എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കൊരു സംഭവമില്ല. മീൻസ് നിവിൻ പോളിയുടെ ഇത് ഭയങ്കരമായിട്ട് ആയിരുന്നു. പക്ഷെ പുള്ളി ഇപ്പോൾ ഒരു കംബാക്ക് അടിച്ചിട്ടുണ്ട് ഗൈസ്. സീനായിട്ട് ഇതിനകത്ത് അഭിനയിച്ച് വെച്ചേക്കുന്നൊരു സാധനമുണ്ട് പുള്ളിനകത്ത്, വേറെ ലെവൽ തന്നെയാണ്. എനിക്ക് ഫാർമ ഒരു 4 ദിവസം മുന്നേ ഞാൻ ഫാർമ എന്ന് പറയുന്നൊരു സീരീസ് കണ്ടിരുന്നു. അത് കണ്ടപ്പം എനിക്ക് മാൻ തിരിച്ചു വരും, സർവ്വമായാലും തിരിച്ചു വരും എന്നൊരു സാധനം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്നെ അതിൻ്റെ മേളിലാണ് എത്തിച്ചത്. വലിയൊരു മാസ്മരിക പടമൊന്നും പറയാൻ പറ്റത്തില്ല. ചെറിയൊരു ഫൈറ്റ് സീനും ഒരു ഒറ്റ ഫൈറ്റ് സീൻ അത്രയേ ഉള്ളൂ ഇതിനകത്ത്. പക്ഷേ ഇതിനകത്ത് ആക്ടിങ്ങിലാണ് വേറെ ലെവലായിട്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ആക്ട്രസ് ഉണ്ട്, മെയിൻ ആക്ട്രസ്. പുള്ളിക്കാരി നൈസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കണ്ടവർക്ക് ഇത് മനസ്സിലാക്കണം ആരാന്നുള്ളത്. അതിനകത്ത് ഡെലുലു എന്ന് വിളിക്കുന്നത്. അതുപോലെ അതിനകത്ത് എടുത്തുകൊണ്ടൊരു ഫാക്ടർ അതിനകത്തെ സിനിമാറ്റോഗ്രാഫി ആയാലും എഡിറ്റിംഗ് ആയാലും ഗ്രേഡിങ് ആയാലും. അത് സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരൺ വേലായുധൻ നായർ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത്. എഡിറ്റർ എന്ന് പറഞ്ഞാൽ എഡിറ്ററിലൊരു സംഭവമുണ്ട്. ഈ അഖിൽ സത്യം തന്നെയാണ് എഡിറ്റും ചെയ്തേക്കുന്നത്. അഖിൽ സത്യം മാത്രമല്ല, രതിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളും അതിനോടത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സൗണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും എല്ലാം വേറെ ലെവലായിട്ട് ചെയ്യുന്നത്. കളറിങ് അതുപോലെ തന്നെ. കളറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം എല്ലാത്തിനും ഒരു നല്ല രസമുണ്ട്. അതായത് നമുക്ക് ഇപ്പം തൊട്ട് മുന്നേ കണ്ട ഫ്രെയിമും ലാസ്റ്റ് കണ്ട ഫ്രെയിമിൽ എല്ലാത്തിൻ്റെയും കളറിങ് ഒരു ഏകദേശം ഒരു കറക്റ്റ് ഒരു ഓർഡറിൽ പോകുന്നതായിട്ട് നമുക്ക് കിട്ടും. ഈ അഖിൽ സത്യൻ്റെ ഇത് 3ാമത്തെ സിനിമയാണ്. ഇതിന് മുന്നേ പാച്ചോ അത്ഭുതങ്ങളൊക്കെ എന്ന് പറഞ്ഞ സിനിമയും പിന്നെ അതുപോലെ തന്നെ ദാറ്റ്സ് മൈ ബോയ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയും ഈ പുള്ളിക്കാരൻ ഇറങ്ങിയിട്ടുണ്ട്. അത് പാച്ചോ അത്ഭുതങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ദാറ്റ്സ് മൈ ബോയ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ. ഓവറോൾ നോക്കി കഴിഞ്ഞാൽ പടം ഗംഭീരമാണ്. തിയേറ്ററിൽ തന്നെ പോയി മസ്റ്റ് വാച്ച് ചെയ്യേണ്ട സാധനമാണിത്. എന്നാലും എനിക്കിഷ്ടപ്പെട്ട്. കൊള്ളാം. നിവിനേട്ടൻ്റെ ഒരു കംബാക്ക് നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സാധനം. നമ്മൾ ഓരോ സിനിമ വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങുമ്പോൾ വിചാരിച്ച് ഇതിലും നിവിനേട്ടൻ തിരിച്ചു വരും. ബോസാനൊക്കെ ഇറങ്ങിയപ്പോൾ ഇതേ സീൻസ് തന്നെ വിചാരിച്ച്, പക്ഷെ ഒന്നും വന്നില്ല. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഇതിൽ പക്ഷേ ഒരു ഹൈപ്പ് കിട്ടിയിരുന്നു. പക്ഷേ ഹൈപ്പ് എങ്ങനെയോ വീണ്ടും താഴേക്ക് തന്നെ പോയി. ഫാർമ ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അടുത്തിനി സർവ്വമായ അത് എന്തായാലും വേറെ ലെവലായിരിക്കും എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷേ അത് അതിൻ്റെ മേളിൽ തന്നെ എത്തിച്ചേരും. അത് അതിൻ്റെ ഏറ്റവും ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അഖിൽ സത്യം എന്ന് പറയുന്ന ഡയറക്ടർക്കാണ്. പിന്നെ നിവിനേട്ടൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു കഠിനാധ്വാനം, ഹാർഡ് വർക്ക് വീണ്ടും കയറാൻ നിവിനേട്ടൻ. നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ് നിവിനേട്ടൻ്റെ അടുത്ത സിനിമകൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ, ഒന്നും പറയില്ല. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പടം കാണാൻ പോയപ്പോഴായാലും പടം കണ്ടിറങ്ങിയപ്പോഴായാലും ഭയങ്കര ഹാപ്പിയാണ് പടം കണ്ടിറങ്ങിയപ്പോഴും. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണുക. അത്രയേ ഉള്ളൂ. ഇത് വേണ്ടി പറഞ്ഞു. ഇപ്പോൾ സമയം ഏകദേശം 2 മണിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ ആൻഡ് സൈനിങ് ഓഫ്.